അപ്പോൾ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ലിസൺ ചെയ്യാം, ലിസണിങ് സ്കില്ലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹൗ ടു ഇംപ്രൂവ് ലിസണിങ് സ്കിൽ, നമ്മുടെ ലിസണിങ് സ്കില്ല് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഇംപ്രൂവിങ് ലിസണിങ് സ്കിൽ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പ്രാക്ടീസ്. ഇപ്പൊ നമ്മളുടെ ഇംപ്രൂവിങ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ലിസണിങ് സ്കിൽസ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? പ്രാക്ടീസിലൂടെ. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരാള് നമ്മളെ ഒരു കാര്യം പറയുവോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കാനുള്ള ഒരു ഇത് കാണിക്കണം. കേട്ട് കേട്ട് നമ്മളത് അവര് തന്നെ ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സെൽഫ് അവയർനെസ് ആൻഡ് ഇന്റൻഷണൽ സ്ട്രാറ്റജി, അത് നമ്മൾ സെൽഫായിട്ട് അവയർനെസ് ഇതാവുക എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ അവർ ഇതുപോലെ ലിസൺ ചെയ്യണം, എന്നാലല്ലേ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ അത് ആലോചിക്കും, നമ്മൾ പറയുന്നത് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും, എന്നാലേ മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കേൾക്കുമ്പോഴാണ് അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതിന്റെ പോയിന്റ്സ് ഉണ്ടെന്നും പറയാം. ഗീവ് ദ സ്പീക്കർ യു അൺഡിവൈഡ് അറ്റൻഷൻ ആൻഡ് മേക്ക് ഐ കോണ്ടാക്ട് പുട്ട് അവേ. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരാൾ സംസാരിക്കുവാണെങ്കിൽ നമ്മൾ ഐ കോണ്ടാക്ട് അവരിലോട്ട് ശ്രദ്ധിക്കുക, അവര് പറയുന്ന കാര്യത്തിലോട്ട് ഐ കോണ്ടാക്ട് വെക്കുക. പിന്നെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വേറെ ചിന്ത വരാതെ ഇരിക്കും, നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ, അതായത് അവര് പറയുന്ന വാക്കുകൾ, അതിലോട്ട് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുക. എങ്കിലാണ് നമുക്ക് നല്ലൊരു ലിസണർ ആവാനായിട്ട് പറ്റുന്നത്. പിന്നെ പ്രാക്ടീസ് ആക്ടിവേറ്റ് ലിസണിങ്, ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് രാദർ ദാൻ ജസ്റ്റ് ഹിയറിംഗ് ദി വേർഡ്സ്. നമ്മളിപ്പോ ഒരു വാക്ക് കേൾക്കുന്നതിനും ഭേദം നമ്മൾ അവർ പറയുന്ന ഒരു മെസ്സേജ് കേൾക്കാനായിട്ട് ശ്രമിക്കുക, നല്ലപോലെ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലല്ലേ നമുക്ക് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഒരാളുമായിട്ട് നമ്മൾ കോൺവെർസേഷൻ ചെയ്യുകയാണെങ്കിൽ അവര് പറയുന്ന കാര്യം കേട്ടാലല്ലേ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ ചെയ്യാം. പിന്നെ യൂസ് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്ലോസ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സമ്മറൈസ് വാട്ട് യു ഹാവ് ഹേർഡ്. നമ്മളിപ്പോ അവര് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവര് പറയുന്ന അനുസരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറയുക. അപ്പൊ അവർക്കത് മനസ്സിലാവും. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇനി പറഞ്ഞതിൽ മനസ്സിലായില്ല ഇതെന്താന്നൊക്കെ പറയുമ്പോൾ അവർക്കത് തോന്നും, ഓ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവര് കേൾക്കുന്നുണ്ട്, അതാ ഇവർ എന്നോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് എന്നിവര് പറയും. അപ്പൊ നമ്മളത് കേൾവിക്കാരാവാതെ നമ്മൾ ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കുക. പിന്നെ പെർഹാപ്സ് ആൻഡ് സമ്മറൈസ്, റീഡ് ബാക്ക് വാട്ട് യു ഹാവ് ഹേർഡ് ഇൻ യുവർ ഓൺ വേർഡ്സ് ടു. ഇപ്പോൾ അവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്കത് അവർ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ലിസൺ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആൻഡ് നീഡ്സ്, പേ അറ്റൻഷൻ ടു ദ പിച്ച് ബോഡി ലാംഗ്വേജ്. ഇപ്പൊ ഒരാളുടെ ഇമോഷൻസ്, ഒരാളിപ്പോ സങ്കടം പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കണം നല്ലപോലെ, എന്താ അവർ സങ്കടം പറയുന്നത്, എന്താ അവരുടെ പ്രശ്നം എന്നുള്ളത്, എന്നാലേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നല്ലപോലെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ബോഡി ലാംഗ്വേജ്, അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി ലാംഗ്വേജും ഐ കോണ്ടാക്റ്റും മസ്റ്റ് ആണ്. പിന്നെ അവോയ്ഡ് ഇന്ററപ്റ്റിംഗ്, ലെറ്റ് ദ സ്പീക്കർ ഫിനിഷ് ദെയർ ത്രൂ ബിഫോർ റെസ്പോണ്ടിങ്. അതായത് ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു സംസാരിക്കരുത്, അത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. അവര് പറഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് തീർത്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനോ. അതിന്റെ ഇടയിൽ കയറി നമ്മളത് പറയരുത്. നമുക്കിപ്പോ ചോദിക്കാനുണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ തന്നെ വെക്കുക, അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, ബീയിങ് പ്രസന്റ് ആൻഡ് ഫോക്കസ് ടു ഹെൽപ്പ് ലിസൺ. ഇപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ്, അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ മൈൻഡ് സെറ്റ് ആക്ടിവേറ്റ് ആക്കി വെക്കുക. കാരണം വെച്ചാൽ നമ്മളിപ്പോ അവര് പറയുന്ന കാര്യം അതിലോട്ട്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സിനിമ കാണുവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ മൈൻഡ് ഡിവേർട്ട് ആയി വെക്കത്തില്ല. നമ്മൾ ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കും. അതേപോലെ നമ്മൾ ആരെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അതുപോലെ ഫോക്കസ് ചെയ്യണം, നല്ലപോലെ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ,
അപ്പൊ നമ്മൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ. മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി വെക്കാനായിട്ട്. ഇപ്പൊ മൈൻഡിൽ നമുക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ വേറെ ടെൻഷൻ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായി ഡിവേർട്ട് ആയി പോകും അങ്ങോട്ട്. അപ്പൊ നമ്മൾ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താ ഇപ്പൊ നമ്മൾ ഇവര് പറയുന്നൊന്നും ശ്രദ്ധിക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി വെക്കാം. Take notes. Write down key points can help you to stay engaged and return in. നമ്മൾ നോട്ട്സ് എഴുതി വെക്കുക. ഓക്കെ, നമ്മളിപ്പോ നോട്ട്സ് എഴുതുക, എന്നിട്ട് ഓരോ പോയിന്റ്സ് ഒക്കെ അവർ പറയുന്ന പോലെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് അവർ നമുക്കത് വായിച്ചു നോക്കുവാണെങ്കിൽ ഇവർ പറഞ്ഞതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ നമ്മൾക്ക് അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഒരാൾ പറയും ജഡ്ജ് ചെയ്ത് പറയും, അപ്പൊ നമ്മൾ ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ അത് കേട്ടിരിക്കാം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എ സ്പീക്കർ പെർസ്പെക്റ്റീവ് വിത്തൗട്ട് ജമ്പിങ് ടു കൺക്ലൂഷനിൽ ജമ്പ് ചെയ്യാതെ നമ്മൾ അത് പറയുന്ന ഫുൾ ആയിട്ട് കേട്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് ക്ലാസ് എടുക്കും, നമ്മൾ ഇവിടെ പ്രസന്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ കേൾക്കത്തില്ല. പിന്നെ പറഞ്ഞ് തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് വന്നിരിക്കും. അത് ശരിയാണ്, നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ അവരെന്ത് പറയുന്നു അത് കേട്ടിരിക്കുക. പ്രാക്ടീസ് റിലേറ്റീവ് ലിസണിങ്. Reflect on what you have heard to ensure understanding and for the speaker നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ കേട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പറയാനായിട്ട് പറ്റും. അതെങ്ങനെ നമുക്ക് തിരിച്ചു പറയാനായിട്ട് പറ്റുക? കാരണം അവര് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ കേട്ടു എന്ന് അവർക്കും കൂടി തോന്നണം. അവർ പറയുന്ന ആ ഒരു വാക്കുകൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം. എങ്കിലാണ് അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നൊക്കെ ഇത്ര ആൾക്കാരെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ എത്ര പേര് കേൾക്കുന്നുണ്ട്, എത്ര പേര് ഹാഫ് മൈൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്കറിയില്ല. അപ്പൊ ഫുൾ ആയിട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾക്കും ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. Listen for unrealing assumption and basis. Be aware of your basic and try to understand the speaker പെർസ്പെക്റ്റീവ്. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ എന്താണ് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കി വെക്കുക. എങ്കിലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ ഇവരെന്തോ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ അത് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. എൻകറേജ് ദ സ്പീക്കർ ടു ഷെയർ മോർ. എന്നുവെച്ചാൽ അവര് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം ഡിസ്കസ് ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചോദിക്കുക. ഈ സംശയമുണ്ട്, ഇതിങ്ങനെ വരുമോ അതങ്ങനെ വരും. അപ്പൊ അവർക്ക് കുറെ കൂടി നമ്മളോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ നമുക്കിപ്പോ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ തന്നെ അവരത് പറഞ്ഞു തരും. അപ്പൊ ഓപ്പൺ അപ്പ് ആയിരിക്കും, നമ്മൾ നല്ലപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുക. അപ്പൊ അതിന് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആൻസർ ഒക്കെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ അപ്പൊ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് എന്താ ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കുന്ന ഇത്രയും പേർക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ എന്നുള്ളത് നമുക്കത് മനസ്സിലാവും. അപ്പൊ നമുക്ക് കുറച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അതും ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Now listen for underlining concern. Pay attention to the speaker is saying as well as the what they are saying. എന്ന് വെച്ചാൽ അവരെന്ത് പറയത്തില്ല, എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കേട്ടാലല്ലേ. ഇപ്പൊ നമ്മൾ അവരെ ക്ലാസ് കേൾക്കത്തില്ല, അപ്പൊ ആദ്യം ഓഫ് മൈൻഡിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഈ ടീച്ചർ എന്താ പറഞ്ഞത് അല്ലെങ്കിൽ ഇവരെന്താ പറയുക ഏത് ക്ലാസ് എടുത്തതൊക്കെ നമുക്ക് ഒരാൾ നമ്മളോട് ചോദിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ ചുമ്മാ നമുക്ക് ഇവര് ഈ ക്ലാസ് എടുത്തു ആ ക്ലാസ് എടുത്തു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ യൂസ് ദി 3 Rs ഓഫ് ലിസണിങ്. റിപ്പീറ്റ്, റെസ്പോണ്ട്, എൻജോയ്. നമ്മൾ നല്ലപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, ഒന്നും കൂടി പറയുമോ എനിക്കിത് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ അവരോട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, കുറെ കാര്യങ്ങൾ പറയുക. അവർ പറയുന്നത് കുറെ കാര്യങ്ങൾ നമ്മളത് കാണിക്കുക. അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് തോന്നണം നമ്മൾ കേൾക്കുന്നവർക്ക് നമുക്കിത് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ എത്രത്തോളം മുന്നിലോട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും കൂടി തോന്നണം. അപ്പൊ അവർക്ക് മനസ്സിലാവും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും പേർക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ നമുക്കോ അറിയാൻ പറ്റും, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരാൾ ഉറക്കം തൂങ്ങി പോലെ ഇരിക്കുക, ബോറടിക്കുക, ഡെസ്കിൽ തന്നെ ഉറങ്ങും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും. Practice empathy listening. Put yourself in the speaker's shoe and try to understand the emotion. നമ്മൾ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ലിസൺ ഫോർ ദ കീ ഫ്രേസ്
ടോൺ. പേ അറ്റൻഷൻ ടു ദ ഫേസസ് ലൈക്ക് ഐ ആം കൺസേൺ ദാറ്റ് ഐ ആം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ അവർ എന്ത് കാര്യത്തെ പറ്റി പറഞ്ഞാലും നമ്മൾ അത് കേട്ട് അവരുടെ ടോൺ. ഇപ്പൊ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ പല പല ടോൺ ആയിരിക്കും, പല പല ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കും, നമുക്കത് മനസ്സിലാവത്തില്ല ഇവരെന്തോ ഈ പറയുന്നതെന്ന്. അപ്പൊ നമുക്കത് ചോദിക്കണം നമ്മൾ അവരോട്, എന്താ ഇപ്പൊ നമ്മൾ അതിന് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ എത്ര ലാംഗ്വേജിന്, ഇപ്പൊ കേരളത്തിൽ തന്നെ പല ലാംഗ്വേജസും ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഉണ്ട്, എറണാകുളം ഉണ്ട്, അതേപോലെ അങ്ങോട്ട് പോയാൽ കണ്ണൂര്, തിരുവനന്തപുരം, കാസർഗോഡ്. അപ്പൊ നമുക്ക് മനസ്സിലാവാത്ത ഭാഷകൾ, വർക്കൗട്ടൊക്കെ പോയാൽ നമുക്ക് തീരെ മനസ്സിലാവത്തില്ല. അവർ പറയുന്നത് ചില വാക്കുകളൊക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ പറയുന്ന പോലെയല്ല അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന് ഇവരെന്തോ ഈ പറയുന്നത്, ഇതിനെന്താ ഇവർ ഈ പറയുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പൊ നമുക്കത് തപ്പിയാൽ നമുക്ക് ഇപ്പൊ അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം, ഇതിന് എന്തുവാ അതിന്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാവും. ഓ, ഇതിനെയാണോ ഇവർ ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ യൂസ് നോൺ വെർബൽ എൻകറേജ്മെന്റ്, വി ഓപ്പൺ ബോഡി ലാംഗ്വേജ് ടു ഷോ. നമ്മളിപ്പോ ബോഡി ലാംഗ്വേജ് കാണിക്കുക. അതായത് ഇപ്പൊ ഒരാള് നമ്മളോട് പറയുമ്പോൾ തലയാട്ടുക, ഷേക്ക് ചെയ്യുക, അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേട്ടോണ്ടിരിക്കുന്നുണ്ടെന്ന്. ഓക്കെ, പൊതുവെ നമ്മൾ ഇങ്ങനെയാണ്. ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ, ഒരാൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചുമ്മാ തലയാട്ടുമ്പോൾ അവര് പറയുന്നത് നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. Listen to different communication, pay attention to how people communicate differently, adapt to listening style. ഓരോരുത്തർക്കും ലിസൺ ചെയ്യാനുള്ള സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തർ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും, ഓരോരുത്തർക്ക് സമയം എടുക്കും. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി വരാൻ സമയം എടുക്കും. ഓരോരുത്തർ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തർ സ്ലോ ആയിട്ട് കുറച്ചും കൂടി ഓരോരുത്തർ മനസ്സിലാക്കും, പക്ഷെ അവർക്ക് ഒന്ന് ആലോചിക്കണം. അങ്ങനത്തെയൊക്കെയുള്ള പല ലിസണിങ് ആൾക്കാരുണ്ടാവും, പല രീതിയിൽ. അപ്പൊ അവർ പറയുന്നതും എല്ലാം നമ്മള് ഡിഫറെന്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടേക്ക് ലിസണിങ് ബ്രേക്ക്. സംടൈംസ് ടേക്ക് എ ബ്രേക്ക് ഫ്രം ലിസണിങ് ടു റീച്ച് ആൻഡ് അവോയ്ഡ് ബേൺ ഔട്ട്. അപ്പൊ നമ്മൾ നല്ലപോലെ ലിസണിങ് ബ്രേക്ക് എടുക്കാന്ന് വെച്ചാൽ സംടൈംസ് ടേക്ക് എ ബ്രേക്ക് ഫ്രം ലിസണിങ്. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, കുറച്ചു നേരത്തേക്ക് ഒന്ന് ഇതാക്കുവോ, ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കും. നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ് ആവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞതൊക്കെ കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ സ്പീക്ക് ഔട്ട്, ഡിവേഴ്സ് പേഴ്സണലി ലിസൺ ടു പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്, കൾച്ചർ. ഓരോരുത്തർ പറഞ്ഞ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, ഡിഫറെന്റ് കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്കൊക്കെ നമ്മളിപ്പോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവരുടെ കേൾക്കുന്ന അവർ പറയുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഇവര് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, തമ്മിൽ തമ്മിൽ ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ ഇവര് പറയുന്നത് ഇവര് തമ്മിൽ അത് കേൾക്കാനായിട്ടുള്ള ഇത് കാണിക്കണം, എന്തുവാ ഇവര് പറയുന്നത് എന്നുള്ളത്. നമ്മൾ എടുത്ത ചാടി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന പോലെ ഇരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ലാംഗ്വേജിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർ പറയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമ്മളത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ ഇതിനെയാ ഇത് പറയുന്നതെന്നുള്ള മനസ്സിലാവും. ചിലർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാനായിട്ട് ശ്രമിക്കും, ഇതെന്താ പറഞ്ഞത്, ഇത് എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. Celebrate good listening. Acknowledge and appreciate when other listen. അപ്പൊ നമുക്ക് ഒരാൾ നമ്മളോട് ലിസൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മൾ അതുപോലെ അവർക്ക് കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിന് വളരെ നന്ദി, നിങ്ങളത് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ മനസ്സിലായി, തലയാട്ടി, സംശയം ചോദിച്ച്, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കാനായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓ, ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, ഇവര് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മളിപ്പോ ലിസൺ ചെയ്തിട്ട് നമുക്ക് ഒന്നും മനസ്സിലായില്ലാത്തവര് ഒരു സംശയം ചോദിക്കത്തില്ല, തലയാട്ടും ചുമ്മാ, പക്ഷെ ആ സംശയങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്നുവെച്ചാൽ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവർക്ക് എന്തുവാ പറയേണ്ടതെന്നും അറിയത്തില്ല, എങ്ങനെയാ പറയേണ്ടതെന്നും അറിയത്തില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട്. യൂസ് ടെക്നോളജി easily. We use tools like recording device for listening, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. അതായത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും, ഇപ്പൊ അവര് ക്ലാസ് എടുക്കോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫോണിലോ എവിടെയെങ്കിലും നമ്മളൊന്ന് സ്പീക്കർ ഓൺ ചെയ്യാൻ റെക്കോർഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവര് ക്ലാസ് എടുക്കുക. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, അതായത് ക്ലാസ് കേൾക്കുന്ന ഇടയിൽ മൈൻഡ് എവിടെയെങ്കിലും പോയാലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അത് മിസ്സായി പോകത്തില്ല. ഇവര് പറയുന്നത് ഇവരാണെങ്കിൽ ഓരോ ഫ്ലോയിൽ അനുസരിച്ചിട്ടായിരിക്കും പറയും, ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ നമുക്ക് ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ഔട്ട് ആയി പോയാൽ നമുക്കത് വലിയ പ്രശ്നമാവും.
അതുകൊണ്ട് നമ്മളതൊന്ന് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്കത് കേൾക്കുവാണെങ്കിൽ ഇവർ ഈ സമയത്ത് ഇതാണോ പറഞ്ഞത്, എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ലിസണിങ് സ്കില്ലിനെ പറ്റി പറഞ്ഞത്. അതായത് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ലിസണിങ് വെച്ചാൽ അതും ഒരു സ്കില്ലാണ്. നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ലിസൺ ചെയ്യാനായിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. കാരണം വെച്ചാൽ ഒരേ സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണമെങ്കിൽ നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്കത് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ലിസണിങ് സ്കില്ല് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ അപ്പം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പം അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോ ഇതിന്റെ കോഴ്സൊക്കെ ഞാൻ ഇടുന്നുണ്ട്, വെക്കേഷൻ കോഴ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.